കുലദേവതയെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സങ്കല്പം തന്നെയാണ് ഇഷ്ടദേവതാ സങ്കല്പം. നമ്മുടെ കുലദേവത നാം ആഗ്രഹിച്ചിട്ടോ ആഗ്രഹിക്കാതെയോ ഉണ്ടായതാണ്. അതായത് അത് നമ്മുടെ പരമ്പരയാ ഉള്ള ഒരു ശക്തിവിശേഷമായതുകൊണ്ട് നാം കുലദേവതയെ പൂർണ്ണമായിട്ടും നാം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നാൽ നാം ഇഷ്ടദേവതാ സങ്കല്പം എന്ന് പറയുന്നത് നാം തിരഞ്ഞെടുക്കുന്ന, നാം വ്യക്തിപരമായി നാം ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു ശക്തിവിശേഷമാണ് ഇഷ്ടദേവതാ സങ്കല്പം. ആ ഇഷ്ടദേവത നമുക്ക് ഏത് ദേവതയെയും തിരഞ്ഞെടുക്കാം. നമുക്ക് ദേവനാവാം, ദേവിയാവാം, നമുക്ക് ഗുരുവായൂരപ്പനാവാം, ദേവിയാവാം, ചോറ്റാനിക്കര ദേവിയാവാം, അതുപോലെ നമുക്ക് സരസ്വതിയാവാം, ഭദ്രകാളിയാവാം, നമുക്ക് സുബ്രഹ്മണ്യനാവാം, നമുക്ക്